ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് തന്നെ ഇവിടെ നടാൻ പോകുന്നത് വെച്ചാൽ പിന്നെ നമുക്ക് പൊന്നാങ്കണ്ണിയിൽ ഒരു കപ്പ നട്ട് കൊടുക്കാമല്ലോ. നമുക്ക് എന്താ ഇതിൻ്റെ റിസൾട്ട് നോക്കാമല്ലോ. ഓരോ ദിവസം ഓരോന്ന് ആക്കിയിട്ട് നമുക്കിത് നട്ടു കൊടുക്കാം. അതിൻ്റെ അകത്ത് ഞാനിപ്പം അടിയിലിടുന്നതെന്ന് വെച്ചാൽ പിന്നെ ഇതാണ് ഈ വാഴേൻ്റെ കൂർക്കലേൻ്റെ അതിന് ശേഷം ഇതിപ്പോൾ നമുക്ക് കാപ്പിലാകുമ്പം നിറച്ച് കൊടുക്കാമല്ലോ, കുത്തി നിറച്ചിട്ട് കൊടുക്കാമല്ലോ. ഈ പൊന്നാങ്കണ്ണി ഇഷ്ടംപോലെ ഇരുണ്ട് നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാനോ മാത്രം. ഇത് നല്ലൊരു കൂടിയാണ്. ഞാനത് അരച്ച് മരുന്നാക്കി കൊടുത്തതിന് ശേഷമാണ് എൻ്റെ പൂങ്കായിൻ്റെ ഇലകരിച്ചലുണ്ടായിരുന്നു, അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിലെനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ അതുവരെ എനിക്ക് അങ്ങനെ വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഇനി നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്ന കാഴ്ചപ്പാട്. നിങ്ങളെല്ലാവരും ഞാൻ ചെയ്യുന്നത് മുഴുവനും നിങ്ങൾ ചെയ്തു നോക്കോ, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും. ഉണ്ടല്ലോ ഇതേപോലെ ഈ വാഴയിലയിൽ നല്ല കൃഷിയാണ്. ഇപ്പോൾ ഞാൻ ചെയ്തിടത്തോളം നല്ല കൃഷിയുണ്ട്, നല്ല കൃഷിയാണ്. വാഴയിലയിൽ കൃഷി ചെയ്യുന്നത് ഒരു കേടും ഇല്ലാണ്ടാണ് കാണുന്നത്. എനിക്ക് നട്ടത് ആ കപ്പ നട്ട് ഇനി വളം കൊടുക്കാനായിട്ടുണ്ട്. ഇതിനിടക്ക് നട്ട കപ്പ വളം കൊടുക്കാനായിട്ടുണ്ട്. അതിപ്പോൾ വളം കൊടുക്കണം, അത് ഇന്നും നേരമില്ല, ഇനിയിപ്പം നാളെ കൊടുക്കാത്. ഇപ്പം കണ്ടില്ലേ ഇതേപോലെ നമ്മളങ്ങ് നല്ലോണം കുത്തി നിറച്ച് കൊടുക്കുക. നല്ലപോലെ കുത്തി നിറച്ച് കൊടുക്കുക, നല്ലപോലെ കുത്തി നിറച്ച് കൊടുക്കണം. എന്നാലും മാത്രമേ ശരിയാവില്ല. ഇനിയിപ്പം ഇതെന്താ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇനിയിപ്പം നമുക്ക് ഈ പൊന്നാങ്കണ്ണി ഇട്ട് കൊടുക്കാം. ഇതാണ് പൊന്നാങ്കണ്ണി. ഇന്നലെ ഞാൻ വയറ്റിക്കൊണ്ടിട്ടതാണ്. അത് ഇതിന് നിറച്ച് കൊടുക്കാം. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഗുണമുണ്ട്. ഒരുപാട് ചകരിച്ചോറ് വേണ്ട, ഒന്നും വേണ്ട, എല്ലാം നല്ലൊരു ഗുണമാണ്. ഇതിനകത്ത് നട്ട് കഴിഞ്ഞാൽ ഇത് കുറേ അമിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം നമുക്ക് വേറെ വളങ്ങളും കൊടുത്താൽ നല്ല ഉഷാറായിട്ട് പോയിക്കോളും. നല്ല പച്ചപ്പോടെ തന്നെ വരും ഇത് കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പം കണ്ടില്ലേ ഇതേപോലെ നിറച്ച് കൊടുക്കാം. ഉണ്ടല്ലേ ഇതിൽ തന്നെ 2 തരം പൊന്നാങ്കണ്ണിയുണ്ട്. ഒന്ന് ചെറിയ ചപ്പുള്ളതുണ്ട്, വലിയ ചപ്പുള്ളതും ഉണ്ട്. ഇതിൽ തന്നെ 2 തരം പൊന്നാങ്കണ്ണിയുണ്ട്. വലിയ ചപ്പുള്ളതുണ്ട്, ചെറിയതുണ്ട്, ചെറിയ പച്ചയുണ്ട്. 2 തരത്തിലുള്ള പൊന്നാങ്കണ്ണിയുണ്ട്. കണ്ടില്ലേ ഇത് ഞാനിപ്പോൾ നല്ലപോലെ അമർത്തണം. ഇതിപ്പോൾ 2 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ ഇങ്ങ് താവാൻ തുടങ്ങും. കനം ഉണ്ടാവില്ല, വെയിറ്റ് ഉണ്ടാവില്ല, നമ്മൾ കേടിയും കൊണ്ടു നടക്കാം. അത് തന്നെ വലിയ കാര്യം. ഇത് ചെറുതാണ്, ചെറിയ ചപ്പാണ്. മറ്റേത് വലിയ ചപ്പാണ്. ഇത് കണ്ടില്ലേ, ഇത് ചെറിയ ചപ്പാണ്. ഇതിപ്പോൾ ചാക്ക് നിറച്ചു കൊടുത്താലും കുറേ കഴിയുമ്പോൾ ഇത് നമുക്ക് പകുതിയാവും. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ ആ കപ്പ അതിൻ്റെ മെരടിന് നല്ലപോലെ മണ്ണിളക്കം കിട്ടി, പിന്നെ ഇളക്കം കിട്ടി. പിന്നെന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ മേലെ കൂടി മണ്ണ് അതിൻ്റെ മേലെ വളർന്നു പോകുമ്പോൾ നല്ലോണം നന്നാവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഈ ചപ്പ് കരിയിലിടാം. ഈ കരിയിലല്ല, പച്ചത്തോല തന്നെയാണ്. പക്ഷെ പച്ചത്തോല ഉണങ്ങിയതാണ്. ഞാൻ കൊത്തിയിട്ടിട്ട് ഉണങ്ങിയതാണ്. കണ്ടില്ലേ ഇതേപോലെ നിറച്ച് കൊടുക്കാം. ഇതുപോലെ നിറച്ച് കൊടുത്തിട്ട് ഒരു കപ്പയും കൂടി നട്ട് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പം നോക്കിയത്. കുറച്ചും കൂടി ഇത് വരിയിടാം. ഇതിനിപ്പോൾ ഇനി 2 പ്രാവശ്യം കപ്പൊക്കെ പണിയെടുക്കണം. 2 പ്രാവശ്യം നമ്മൾ പണിയെടുത്ത് കൊടുക്കണം, എന്നാലും മാത്രമേ കിഴങ്ങ് കീലും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ 2 പ്രാവശ്യം പണിയെടുത്തിന്, അതുകൊണ്ട് എനിക്ക് നല്ല കിഴങ്ങ് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്രാവശ്യം അതേപോലെ തന്നെ പണിയെടുക്കാനാണ് ഞാൻ
മറ്റും ഇങ്ങനെ ഓരോരാളും വെറുതെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് കിഴങ്ങ് കിട്ടൂല. കിഴങ്ങിനായാലും ചേമ്പിനായാലും 2 പ്രാവശ്യം 3 പ്രാവശ്യം പണിയെടുക്കണം. നമ്മളിനി പുറത്ത് മണ്ണിൽ നട്ടാലും അങ്ങനെ തന്നെ. ഒരു പ്രാവശ്യം നട്ടാലൊന്നും പോരാ. നട്ടു കൊടുത്താലൊന്നും ഒന്നും ഉണ്ടാവില്ല. നട്ട് അതിന് പണിയെടുത്ത് കൊടുത്താൽ മാത്രമേ ഉണ്ടാവൂ. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഈ പോട്ടി മിശ്രിതം കുറച്ച് കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി എടുത്ത് വാരി ഇട്ട് കൊടുക്കട്ടെ. ഉണ്ടല്ലേ, ഇത് കുറച്ചേ വേണ്ടു. മറ്റിപ്പോൾ ഇതിപ്പോൾ ഒരു ചാക്ക് നിറക്കണ്ടെങ്കിൽ ഒരുപാട് വേണ്ടേ? അതില്ല, അത് വേണ്ട. ഇതാണ് ഇതിൻ്റെതാ സൂത്രം. ഇത് നമുക്ക് എപ്പം നോക്കിയാലും ഇത് ഇഷ്ടം പോലെ ഇല്ലതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. എല്ലാവരും ഇതേപോലെ ചെയ്തിട്ട് നോക്കുക. നമുക്ക് വലിയൊരു പാടൊന്നുമില്ല. ഇനിയിപ്പം കുറച്ച് മണ്ണിലും കൂടി നടാനാണ്. ഇനി ഞാൻ കുറച്ച് ഇവിടെ ആക്കി വെച്ചത് ഇല്ലതുകൊണ്ടാണ്. ഇല്ല, ഞാൻ കുറച്ച് മണ്ണിൽ നടണം എന്ന് വിചാരിക്കില്ല. ഇതുവരെ ഞാൻ മണ്ണിൽ നട്ടു നോക്കിയിട്ടാ, ചാക്കിൻ്റെ അകത്ത് തന്നെ. എന്നുവെച്ചാൽ പിന്നെ ചാക്ക് വേഗം പോയി എടുത്തു കൊണ്ടുപോകാൻ വെയിറ്റ് ആയിരിക്കും. അതെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ നടാതെ. പക്ഷെ ഇതിലാകുമ്പോൾ നല്ല മണ്ണിളക്കം ഉണ്ടാവും. ചകിരിച്ചോറിലാകുമ്പോൾ നല്ല മണ്ണിളക്കം കിട്ടും. അതാണ് ഇതിൻ്റെ ഗുണം. ഉണ്ടല്ലേ, ഉണ്ടല്ലേ. ഇനിയിപ്പം ഒന്നും കൂടി ഇടാം. കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. എന്നാലത് അഞ്ഞു പോകുമ്പം തീരെ ഉണ്ടാവില്ല. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ പാടിന് ഇത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ രണ്ടാമത്തെ പണി എടുത്ത് കൊടുക്കുക. അപ്പോഴേക്ക് തിരി വരും. കപ്പ തിരി വരും. ഇല്ലേ, ഇനിയിപ്പോൾ ഇതാണ് കപ്പക്കൊള്ളി. ഞാൻ എടുത്തു വെച്ച് കൊത്തിയ കപ്പക്കൊള്ളിയായത്. ഇതൊന്ന് നമുക്ക് ഇതിവിടെ നട്ടു കൊടുക്കട്ടെ. ഞാനിവിടെ കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൊള്ളി കൊണ്ടുവന്നിട്ട് നട്ടിട്ടാണ് ഞാൻ ഇക്കൊല്ലം കപ്പക്കൊള്ളി ആക്കി വെച്ചത്. ഇപ്പം നമ്മുടെ കപ്പക്കൊള്ളി നടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെന്നാ വേണ്ട വെച്ചാൽ ഇതിൽ വെള്ളം നനച്ച് കൊടുക്കുക. ഒരാഴ്ച കയ്യലോട് കൂടിയിട്ട് ഉണ്ടാ. ഇതിനിപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വെക്കാം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറേ പണിയുടെ എടുക്കാനുണ്ട്, കുറേ ഉണ്ട്. അതെല്ലാം ചെയ്യണത്രേ. ഇനിയിപ്പോൾ തൽക്കാലം ഇത്തിരി എടുക്കുന്നില്ലൂ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം.